പ്രജിത, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന ദുരന്തം, ഈ വിമാന ദുരന്തം നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരും എന്നാൽ അറിയുന്ന ഏതാനും പേരും, അതിൽ ഒരാൾ ഒരു മുൻ മുഖ്യമന്ത്രിയുണ്ട്. അതെ, ബിജെപിയുടെ നേതാവ് കൂടെയാണ്. അതെ, വിജയ് രൂപാണി. അതെ, വിജയ് രൂപാണി. അപ്പോൾ ഇത്തരത്തിൽ അറിയുന്ന കുറേ വ്യക്തിത്വങ്ങൾ, ഇങ്ങനെ വിമാന അപകടങ്ങളിലൂടെ ജീവൻ നഷ്ടപ്പെട്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിത്വം എന്ന് പറയുന്നതാണ് വിക്ടിമാണ് വിജയ് രൂപാണി. അദ്ദേഹം തീർത്തും അവിചാരിതമായിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ ഒരാളാണ്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും. അങ്ങനെ അദ്ദേഹം ഒരുപാട് നല്ലൊരു വ്യക്തിത്വമായിരുന്നു എന്ന് തന്നെ പറയാം. അതെ, പട്ടേൽ സമരവും ദളിത് പ്രക്ഷോഭവും മൂലം ആനന്ദിബെൻ പട്ടേലിനെ BJP നേതൃത്വം രാജിവെച്ചപ്പോഴാണ് പകരം ഉയർന്നു കേട്ടത് ആ സമയത്ത് നിതിൻ പട്ടേലിന്റെ പേരാണ്. പക്ഷെ അദ്ദേഹമായിരുന്നു മന്ത്രിസഭയിൽ ആ സമയത്തെ സീനിയർ എന്നാണ് പറയുന്നത്. പക്ഷേ അത് നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ അഭിമുഖം പോലും കൊടുത്ത നിതിൻ പട്ടേലിനെ തഴഞ്ഞിട്ടാണ് ആ സമയത്ത് വിജയ് രൂപാണിയെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ പ്ലെയിൻ അപകടങ്ങളിൽ, വിമാന ദുരന്തങ്ങളിൽ, ആ ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ട ഒടുവിലത്തെ വ്യക്തിത്വമാണ് വിജയ് രൂപാണി. മറ്റു ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. ഓർക്കേണ്ടവരുണ്ട്. അതിൽ ഒന്ന് YS രാജശേഖർ റെഡ്ഡി. അദ്ദേഹം 2009 സെപ്റ്റംബർ 2-ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന YS രാജശേഖർ റെഡ്ഡി. അതെ, അദ്ദേഹത്തെ കുറിച്ചാണല്ലോ മമ്മൂട്ടി ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഹിറ്റായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മരണത്തിന് ശേഷമാണ്. അപ്പോ ആ ഒരു കാര്യം അവിടെയുണ്ട്. അദ്ദേഹം YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം നല്ലമല വനമേഖലയിലൂടെ പോകുമ്പോഴാണ് മോശം കാലാവസ്ഥ കാരണം വിമാനാപകടം ഉണ്ടാകുന്നതും അദ്ദേഹം മരണപ്പെടുന്നതും. മറ്റൊന്ന് ദോർജി ഖണ്ഡു. അദ്ദേഹം 2011 അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതെ, 2011 ഏപ്രിൽ 30-നാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു. അതെ, അപ്പൊ അദ്ദേഹം ഈ പറയുന്നത് പോലെ പവൻ ഹാൻസ് ഹെലികോപ്റ്റർ തവാങ്ങിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള യാത്രാ മധ്യയാണ് അദ്ദേഹം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അവസാനം 5 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ വാർത്ത തകർന്നു കിടക്കുന്ന വിമാനവും അദ്ദേഹത്തിന്റെ ശവശരീരവും കിട്ടുന്നത്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നീട് മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് OP ജിൻഡാലാണ്. 2005 മാർച്ച് 31-ന് ഹരിയാന ഊർജ മന്ത്രിയും വ്യവസായിയുമായിരുന്ന OP ജിൻഡാൽ കൃഷി മന്ത്രി സുരേന്ദ്ര സിംഗും സഞ്ചരിച്ചിരുന്ന കിങ് കോബ്ര ഹെലികോപ്റ്റർ UP-യിലെ സഹാരൻപുരിയിൽ വെച്ചിട്ട് തകർന്നു വീഴുന്നു. അങ്ങനെ അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാകുന്നു. മറ്റൊന്ന് മാധവറാവു സിന്ധ്യ. അദ്ദേഹം 2001 സെപ്റ്റംബർ 30-നാണ് ആ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഗോളിയർ രാജകുടുംബ അംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്നു മാധവറാവു സിന്ധ്യ. 2001 സെപ്റ്റംബർ 30-നാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഒരു രാഷ്ട്രീയ റാലിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു അദ്ദേഹം. 56 വയസ്സുകാരനായ സിന്ധ്യ സഞ്ചരിച്ച സെസ്ന C-90 വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന്, സാങ്കേതിക തകരാറിനെ തുടർന്ന് മെയിൽപൂരി ജില്ലയിലെ മൊട്ട ഗ്രാമത്തിന് സമീപം തകർന്നു വീഴുകയാണ് ചെയ്തത്. പിന്നെ ഒന്നുകൂടെ സൗന്ദര്യമുണ്ട്. മറ്റൊന്ന് ഞാൻ പറയുന്നത് GMC ബാലയോഗി. അത് ലോക്സഭാ സ്പീക്കറും തെലുഗുദേശം പാർട്ടി നേതാവുമായിരുന്നു അദ്ദേഹം. അപ്പൊ ആന്ധ്രാപ്രദേശിലെ വടക്കൻ ഗോദാവരി ജില്ലയിലെ കൈകലൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇപ്പൊ ദളിത് വിഭാഗത്തിൽ നിന്നും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്പീക്കർ സ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വളരെ നല്ല പേരുള്ള ഒരാളാണ്. അതെ, സ്പീക്കർ സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുന്നത്. ദുഃഖകരമായ വാർത്തയായിരുന്നു. അതെ. പിന്നീട് സുരേന്ദ്രനാഥ് പഞ്ചാബ് ഗവർണർ ആയിരിക്കെ 1994-ൽ ഹിമാചൽ പ്രദേശിലുണ്ടായ
വിമാനാപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോ അദ്ദേഹം മുൻ IPS ഓഫീസർ ആയിരുന്നു. മുൻ IPS ഓഫീസർ സുരേന്ദ്രനാഥും അദ്ദേഹത്തിന്റെ 9 കുടുംബാംഗങ്ങളും കൂടി ഈ അപകടത്തിൽ മരിക്കുന്നുണ്ട്. അതെ, ആ സമയം ഹിമാചലിന്റെ ആക്ടിംഗ് ഗവർണർ കൂടിയായിരുന്നു ഈ പറയുന്ന സുരേന്ദ്രനാഥ്. അപ്പൊ സൂപ്പർ കിങ് വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ചേട്ടന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സഞ്ജയ് ഗാന്ധി. ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിലാണ്. ഏകദേശം 90 എന്ന് പറയുമ്പോൾ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന സമയം, 4ലോ 3ലോ പഠിക്കുന്ന സമയം ആ വാർത്ത ഭയങ്കര ഞങ്ങൾ കേട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, അതിൽ ഇന്നും ദുരൂഹതയുണ്ട് ആ മരണത്തിൽ. ഇവരെ അമ്മ ഇന്ദിരാഗാന്ധിക്കും കൂടെ എന്തോ ഇതിൽ പങ്കുണ്ടെന്നൊക്കെ പറയും. 1980 ജൂൺ 23 തന്റെ 33ാം വയസ്സിലാണ് വിമാനാപകടത്തിൽ ഇദ്ദേഹം മരിക്കുന്നത്. പരിശീലനം ലഭിച്ച പൈലറ്റും വിമാനത്തിൽ അതീവ താല്പര്യമായ സഞ്ജയ് ഡൽഹിയിലെ സജ്വദ് ജംഗ് വിമാനത്താവളത്തിൽ രാവിലെ ഒരു പിറ്റ്സ് S2A വിമാനം പറത്തുകയായിരുന്നു. ഈ വിമാനം തകർന്നു വീണ് തന്നെയാണ്, താഴ്ന്നു പറന്നുകൊണ്ട് അഭ്യാസ പഠനം നടത്തുന്നതിനിടയിലാണ് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം ഉണ്ടാകുന്നത്. പിന്നെ ഈ നടി സൗന്ദര്യയുടേത് നമ്മൾ പറഞ്ഞു, അത് 2004 ഏപ്രിൽ 17 കർണാടകയിലെ ബാംഗ്ലൂരിനടുത്ത് വിമാനാപകടത്തിൽ മരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നടൻ ജയൻ മരണപ്പെട്ടത് ഓർമ്മയുണ്ടാകും. നമ്മുടെ മലയാള സിനിമയിലെ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു അപകടം, തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള ആക്ഷൻ രംഗം ചിത്രീകരിക്കുമ്പോൾ ജയന്റെ പ്രകടനം, പൈലറ്റ് വരെ രക്ഷപ്പെടാൻ ചാടുമ്പോഴും ജയൻ അതിൽ പെട്ടുപോവുകയായിരുന്നു. അപ്പോ ഇത്തരത്തിൽ നമ്മൾക്ക് ഓർത്തു പറയാൻ ഇപ്പോ ഇതിൽ നമുക്ക് ഏറ്റവും മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് സുരേന്ദ്ര മോഹൻ കുമാരമംഗലം, മുൻ MP ആയിരുന്നു. അപ്പൊ അത് 1973 മെയ് 31 ഡൽഹിയിലുണ്ടായ ഇന്ത്യൻ എയർലൈൻസ് 440 വിമാനാപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് ജനറൽ ബിപിൻ റാവത്തിന്റേതാണ്. അദ്ദേഹം 2021 ഡിസംബർ 8 ആ അപകടം ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിലെ കുനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് കൊല്ലപ്പെടുന്നു. മറ്റൊരു പ്രമുഖ വ്യക്തിത്വം ഹോമി ജെ ബാബ. അത് 1966 ജനുവരി 24 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ, സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വതനിരയിൽ എയർ ഇന്ത്യ 101 വിമാനം തകർന്നു വീണാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവായിട്ടുള്ള ഹോമി ജെ ബാബ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് ആകാശ ദുരന്തങ്ങളിലാണ്. അതെ, ഒത്തിരി പേരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വിമാന ദുരന്തത്തിന്റെ ചിത്രം പറയുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ട നിരവധി ആകാശ ദുരന്ത. അതെ, ഇപ്പൊ തന്നെ ഈ പറയുന്ന വിജയ് രൂപാണി അദ്ദേഹം എന്ന് പറയുന്നത് രാജ്കോട്ടിൽ കോർപ്പറേറ്റ് മേയറുമായിരുന്ന രൂപാണി 2006-12 കാലത്താണ് രാജ്യസഭാംഗമാകുന്നത്. അപ്പോൾ 2014 വിജുഭായ് വാല കർണാടക ഗവർണറാകാൻ MLA സ്ഥാനം രാജിവെച്ചിരുന്നു. രാജിവെച്ചപ്പോഴാണ് 2014 ഉപതിരഞ്ഞെടുപ്പിൽ അദ്ദേഹം രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇദ്ദേഹത്തെ പറ്റി ഒരിക്കൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ലണ്ടനിലാണ്. ഈ മകളെ കാണാൻ വേണ്ടി അദ്ദേഹം ലണ്ടനിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ എഴുതുകയുണ്ടായി, ഞങ്ങൾക്ക് ഒരുപാട് മൂല്യങ്ങൾ പറഞ്ഞു തന്ന, അതായത് എല്ലാത്തിനും വളരെ ആദർശശുദ്ധിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതെ, പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് മകൾ ഒരു വലിയ പോസ്റ്റ്, അത് ആരും അദ്ദേഹത്തിനൊപ്പം നിൽക്കാതിരുന്ന സമയത്താണ് മകൾ വളരെ വ്യക്തിപരമായ ഒരു കുറിപ്പ് അദ്ദേഹത്തെ കുറിച്ച് വളരെ വേദനയോടുകൂടി ഇട്ടിരുന്നത്. അപ്പോ അദ്ദേഹം പിന്നെ ഈ പറയുന്ന 2014 രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് നിയമസഭയിൽ എത്തുകയാണ്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് പട്ടേലുമാരുടെ കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചാണ് BJPക്ക് ഭരണം കിട്ടിയപ്പോൾ രൂപാണി തന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്തത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് കേട്ടപ്പോൾ ഞെട്ടലോടെ കേട്ട 1-2 വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് സഞ്ജയ് ഗാന്ധി. ഞാൻ പറഞ്ഞായിരുന്നു, സഞ്ജയ് ഗാന്ധിയുടെ മരണം ഒരു ഞെട്ടലോടെയാണ് ഞങ്ങളുടെ കുട്ടിപ്രായത്തിലാണെങ്കിൽ ഞങ്ങൾ അത് കേട്ടത്. പിന്നെ നമ്മൾ കേട്ട വരുന്ന
പ്രീതിക്ക് അറിയാവുന്ന എനിക്കറിയില്ല. അതും 2001 ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമായിരിക്കാം. മാധവറാവു സിന്ധ്യയുടെ മരണം. അതും നമുക്ക് ഓർക്കുമ്പോൾ ഒരു അതെ, സൗന്ദര്യ എന്ന നടിയുടെ മരണം. അതും നമുക്ക് ഓർക്കുമ്പോൾ അയ്യോ സംഭവിച്ചോ. കാര്യം ഇത്തരം ചില മരണങ്ങള്, ചില വ്യക്തികൾ ഇങ്ങനെ മരണപ്പെട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ബാലനടി മരിച്ചായിരുന്നു. അതും ഈ പറയുന്ന പോലെ വിമാനാപകടത്തിലാണ്. പൃഥ്വിരാജിന്റെ സിനിമയിൽ ഒരു കുട്ടിയെ മകളായിട്ട് വേഷമിട്ട ആ പെൺകുട്ടി കൂടി നഷ്ടപ്പെട്ടു. അതെ, അതിമാനുഷിക വേഷമൊക്കെ ചെയ്ത ആ സിനിമയില് വെള്ളി നക്ഷത്രം, ആ സിനിമയിലാണ് ആ കുട്ടിയെയും നമുക്ക് നഷ്ടപ്പെട്ടത് ഇത്തരത്തിലൊരു വിമാനാപകടത്തിലാണ്. ഏതായാലും ഹൃദയം തകർത്ത ടേക്ക് ഓഫ് ആയിരുന്നു ഇന്നലെ അവിടെ കണ്ട ആ വിമാനത്തിൻ്റെത്. നമുക്ക് ഇത്തരത്തിൽ ഇപ്പോ ഹോമി ഭാവ മുതൽ വിജയ രൂപാണി വരെ നമുക്ക് നിരവധി നമുക്ക് ഹൃദയ നൊമ്പരം ഉണ്ടായ വ്യക്തിത്വങ്ങളെ നഷ്ടമായ പിന്നെ വിമാന ദുരന്തത്തിന്റെ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ പ്രേക്ഷകർക്കായി വിവരിച്ചത്.